ഹായ്, എല്ലാവർക്കും നമസ്കാരം. തീർത്ഥ സംഗീതത്തിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ലൈറ്റ് മ്യൂസിക് പഠിക്കാം അല്ലേ? എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പാടാൻ പറ്റുന്ന ഒരു ലൈറ്റ് മ്യൂസിക് തന്നെയാണിത്. പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പാടുന്ന കുട്ടികൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പാടേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ വളരെ ലൈറ്റായിട്ട് തന്നെ പാടിപ്പോണം. പിന്നെ നന്നായിട്ട് ആസ്വദിച്ച് പാടാൻ പറ്റുന്നത് ലൈറ്റ് മ്യൂസിക് നന്നായി ആസ്വദിക്കുക. നമ്മൾ നന്നായി ആസ്വദിച്ച് കഴിഞ്ഞാൽ കേൾവിക്കാരും നന്നായിട്ട് ആ പാട്ട് ആസ്വദിക്കുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തൊണ്ട നന്നായിട്ട് കെയർ ചെയ്യണം നമ്മൾ. ഓക്കെ, നിങ്ങൾക്കറിയാലോ, ഒരുപാട് തണുത്ത സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. ചിലർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല തണുത്തത് കഴിച്ചെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷേ ചിലരുടെ തൊണ്ടയിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ നല്ല തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്, നല്ല ചൂടുള്ളത് നല്ല എരിവുള്ളത് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ചിലരുടെ തൊണ്ടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർ ചെയ്തിട്ട് വേണം നമ്മൾ പാടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പല്ലവിയിലേക്ക് കയറാം. ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. മുറ്റത്തു നിൽക്കുമാ കറ്റക്കിടാവിനെ ഒത്തിരി ഇഷ്ടമെന്നോതി മെല്ലെ, ഒത്തിരി ഇഷ്ടമെന്നോതി മെല്ലെ. ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. ഇതാണ് പല്ലവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണിത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഇത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ലൈൻ നോക്കാം. ഇത്തിരി പൂവിനെ, ആ ഒരു ലൈൻ തന്നെ നോക്കി നോക്കൂ. ഇത്തിരി കുറച്ച് ടോപ്പിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തിരി പൂവിനെ, അവിടെ ചെറിയൊരു സംഗതി കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കണം. ഇത്തിരി പൂവിനെ. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പൂവിനെ അങ്ങനൊരു സംഗതി അവിടെ ഉണ്ട്. മുത്തിയുണർത്തുവാൻ, കണ്ടോ, നല്ല ലയിച്ചത് പാടിപ്പോണം. മുത്തിയുണർത്തുവാൻ, വാൻ, അവിടെ വാൻ. ഓക്കെ, അവിടെ ആ ഒരു നോട്ടാണ് വരുന്നത്. ശ്രാവണ പൗർണമി, നമ്മൾ താഴേക്ക് വന്നു. ശ്രാവണ ശ്രാവണ പൗർണമി, പൗർണമി, നീ താഴേക്ക് കൊണ്ടുവന്നു. താഴെ വന്നു, താഴെ വന്നു എത്തുമ്പോഴേക്കും നമ്മൾ താഴെ എത്തണം. നമ്മളെ വോയിസും താഴെ എത്തണം. താഴെ വന്നു, ആ വന്നു എന്നുള്ളത് ചെറിയൊരു വൈബ്രേഷൻ കൊടുക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അടുത്ത വരി. മുറ്റത്തു നിൽക്കുമാ, മുറ്റത്തു മുറ്റത്തു നിൽക്കുമാ. ഓക്കെ, മനസ്സിലായോ? നിൽക്കുമാ എന്നാണ് പാടുന്നത്. നിൽക്കുമാ. ഓക്കെ, നിൽക്കുമാ കറ്റക്കിടാവിനെ
അവിടെയും ശ്രദ്ധിക്കുക. കറ്റക്കിടാ കിടാവിനെ. ഓക്കെ, ഒത്തിരി ഇഷ്ടമെന്നോതി, ഒത്തിരി അങ്ങനെ എടുത്തോളണേ. മെന്നോതി നോതി ആ നോതി മെല്ലെ മെല്ലെ സാധനം കൊണ്ടുവരണം. രണ്ടാമത് പാടുമ്പോൾ ഒത്തിരി ഒത്തിരി ഇങ്ങനെ കൊണ്ടുവരണം. ഒത്തിരി ഓക്കെ. നോതി നോതി മെല്ലെ ആ നോതി മെല്ലെ ആ മെല്ലെ മെല്ലെ അങ്ങനെ താഴേക്ക് കൊണ്ടുവരണം. വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നു. പല്ലവി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇത്തിരി പൂവിനെ മുത്തി ഉണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. ഓക്കെ, അതാണ് പല്ലവിയിലുള്ള കുറച്ച് സംഗതികളും കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം, അതായത് അനുപല്ലവിയിലേക്ക് പോവാം. ഒരു തുമ്പപ്പൂവിൻ്റെ നറുചിരി പങ്കിടാൻ വേലി പടിവരെ ഓടിയണഞ്ഞിടും. ഒരു തുമ്പപ്പൂവിൻ്റെ നറുചിരി പങ്കിടാൻ വേലി പടിവരെ ഓടിയണഞ്ഞിടും. നാടൻ നന്മതൻ നല്ല വീട്ടിലെ നിർമ്മല ബാല്യത്തിൻ നിറുകയിൽ തെളിനിലാമലരുകൾ ചൊരിയുന്നു. ഇത്തിരി പൂവിനെ മുത്തി ഉണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. ഓക്കെ, ഇതാണ് അനുപല്ലവി. അനുപല്ലവി പാടിയതിന് ശേഷം വീണ്ടും നമ്മൾ പല്ലവിയിൽ 2 വരി പാടിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് പോകുന്നത്, അതായത് ചരണത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അനുപല്ലവി ഓരോ വരികളായിട്ട് എങ്ങനെയാണ് പാടേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. ഒരു തുമ്പപ്പൂവിൻ്റെ ഒരു തുമ്പപ്പൂവിൻ്റെ പൂവിൻ്റെ ഓക്കെ നറുചിരി നറുചിരി പങ്കിടാൻ പങ്കിടാൻ വേലി പടിവരെ, അതായത് വേലി എന്നെടുക്കണം. വേലി പടിവരെ അങ്ങനെ ഒരു സംഗതി അവിടെ കൊടുക്കുന്നുണ്ട്. ഓടിയടഞ്ഞിടും, അത് പ്ലെയിൻ ആണ്. അത് നല്ല ടോപ്പിലേക്ക് പോകുന്നുണ്ട് നമ്മളെ വോയിസ്. അതേ ആ ഒരു സ്കെയിലിൽ തന്നെ നിങ്ങൾ പാടിക്കോണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഒന്നുകൂടെ പാടാം. ഒരു തുമ്പപ്പൂവിൻ്റെ നറുചിരി പങ്കിടാൻ വേലി പടിവരെ ഓടിയടഞ്ഞിടും. ഓക്കെ, അതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത് പാടുമ്പോൾ
ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഒരു തുമ്പപ്പൂവിൻ്റെ അങ്ങനൊരു സാധനം അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. നറുചിരി പങ്കിടാൻ, അത് നേരത്തെ നമ്മൾ പാടിയ പോലെ തന്നെ. വേലിപ്പടി വരെ ഓടിയടഞ്ഞിടും, അതും നേരത്തെ നമ്മൾ പാടിയ പോലെ തന്നെ പാടിയാൽ മതി. ആ ഒരു ചെറിയ സംഗതിയിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അടുത്ത വരി, ശ്രുതി ഔട്ടാവാതെ നമ്മൾ മെല്ലെ ഹൈ നോട്ടിലേക്ക് പോവാണ്. ഓക്കെ, അതൊക്കെ പാടുമ്പോൾ ആ ശ്രുതിയിൽ അങ്ങനെ ലയിച്ച് നിൽക്കണം നമ്മളെ വോയിസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. എന്നെടുക്കണം. ഓക്കെ, നെറുകയിൽ ആ ഒരു ചെറിയ സംഗതി അവിടെ കൊടുക്കുക. നെറുകയിൽ ഒരു ചെറിയ സംഗതി. തെളിനില അതെടുക്കണം. തെളിനില മലരുകൾ ചൊരിയുന്നു ചൊരിയുന്നു ചൊരിയുന്നു. ഓക്കെ, പിന്നെ വീണ്ടും നമ്മൾ പല്ലവി പാടുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണ്? ചരണം നോക്കാം അല്ലേ. ഇതിൽ അനുപല്ലവി സെയിം ട്യൂൺ തന്നെയാണ് ചരണത്തിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് നിർവചിച്ചത് പാടിത്തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളെ വീഡിയോ തന്നെ ഒരുപാട് ലെങ്ത്ത് വരും അങ്ങനെയാകുമ്പോൾ. അപ്പം നിങ്ങൾ അത് കേട്ടിട്ട് ഇതും കൂടി പഠിക്കണം. അതിനകത്തുള്ള സംഗതികൾ തന്നെയാണ് ചരണത്തിലും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാടി നോക്കാം. നലമെഴും കൈകൊണ്ട് ഉരിയരി നൽകുവാൻ നാടോടിക്കാറ്റിനെ മാടി വിളിച്ചിടും. നലമെഴും കൈകൊണ്ട് ഉരിയരി നൽകുവാൻ നാടോടിക്കാറ്റിനെ മാടി വിളിച്ചിടും. അമ്മയാം കൈരളി പൊൻതിരി നീട്ടവേ ചന്ദനം തൂവുന്ന ചന്തമായി നിറനിലാവിതുവഴി പോരുന്നു. ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. മുറ്റത്തു നിൽക്കുമാ കറ്റക്കിടാവിനെ ഒത്തിരി ഇഷ്ടമെന്നോതി മെല്ലെ. ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ലൈറ്റ് മ്യൂസിക്. ഇതിൽ ഞാൻ അനുപല്ലവി പാടിയ സെയിം ട്യൂൺ തന്നെയാണ് നമ്മൾ ചരണത്തിലും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചരണത്തിൽ പ്രത്യേകിച്ച് ഇനി പാടി തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് കേട്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചരണം നിങ്ങൾക്ക് ഈസിയാവും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും സ്കൂളിൽ ഇത് പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടും, ഉറപ്പാണ് കേട്ടോ. നന്നായിട്ട് പഠിച്ചിട്ട് പാടണം.
ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രൈസൊക്കെ കിട്ടിയാൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ, പിന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.